ഓർമ്മ വെച്ച കാലം മുതല് നീ എന്റെ കൂടപ്പിറപ്പ് പോലെ എന്റെ കൂടെയുണ്ട്. ഇത്രയും കാലം നീ എന്നോട് ഒന്നും ഒളിച്ചിട്ടില്ല, വിശ്വാസവഞ്ചന കാണിച്ചിട്ടുമില്ല. പക്ഷെ ഇപ്പൊ എന്താ ഉണ്ടായത്? ചേച്ചി, ഞാൻ ഇന്ന് ആദ്യമായിട്ട് നീ എന്നോടൊരു കാര്യം ഒളിക്കാൻ നോക്കുന്നു. അത് പറയില്ല എന്നാണ് നിന്റെ ഭാവമെങ്കിൽ ഇപ്പൊ ഇറങ്ങണ ഈ പടിക്ക് പുറത്ത്. അയ്യോ ചേച്ചി, അങ്ങനെയൊന്നും പറയില്ലേ. ചേച്ചി എന്നെ ഇറക്കി വിടാൻ ഞാൻ എങ്ങോട്ട് പോവാനാ? അതൊന്നും എനിക്കറിയണ്ട. എനിക്ക് നിന്നെ മറ്റാരെക്കാളും വിശ്വാസമാ. നീ എന്റെ അടുത്തുനിന്ന് എന്തെങ്കിലും മറച്ചു വെച്ചാ സഹിക്കില്ല ഞാൻ. വിശ്വാസവഞ്ചന എനിക്ക് ഇഷ്ടമല്ലാന്ന് നിനക്കറിയാലോ. അത് പിന്നെ വളച്ചു കിട്ടാത്ത വേഗം കാര്യം പറ. ഞാൻ പറയാം. വേണ്ട തുളസി, അവള് പഴയ തുളസി അല്ലെന്ന് ഞാൻ ആദ്യം മോനോട് പറയുമായിരുന്നു. എല്ലാ കാലത്തും എല്ലാരും ഒരേപോലെ ഇരിക്കില്ലല്ലോ. അതല്ല ചേച്ചി. ചേച്ചി ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. അതെ, ഞാൻ നേരത്തെ കടയിൽ പോയിട്ട് വരാൻ വൈകിയതിന് ചേച്ചി എന്നെ വഴക്ക് പറഞ്ഞില്ലേ? ഞാൻ എവിടെ വായി നോക്കി നിൽക്കുവെന്ന് പറഞ്ഞില്ലേ? അത് തന്നെ ഞാൻ ഇപ്പോഴും പറയുന്നത്. എന്ന് സത്യം അതല്ല ചേച്ചി. ഞാനേ തുളസിയുടെ അടുത്ത് പോയതായിരുന്നു. തുളസിയുടെ അടുത്തോ? എന്തിന്? ജയനും പ്രിയ ഏതോ കല്യാണത്തിന് പോയെന്ന് ഞാൻ പറഞ്ഞില്ലേ? വീട്ടുമുറ്റത്തൊരു കാറ് കണ്ട് അവിടെ ആരാ വന്നേന്ന് നോക്കാൻ കേറിയതാ ഞാൻ. അവിടെ നീ എന്ത് കണ്ടു? ആ പയ്യനില്ലേ, തുളസി പെണ്ണ് കാണാൻ വന്ന പയ്യൻ. പേരെന്താ? ശ്രീഹരി. അതെ അതെ അതെ. ആ ശ്രീഹരിയും തുളസിയും അകത്തിരുന്ന് പ്രണയത്തിന്റെ ഹരിശ്രീ കുറിക്കുന്നു. ഇല്ല, ഞാൻ ഇത് വിശ്വസിക്കില്ല. ആദ്യം മോനും വിശ്വസിക്കുന്നില്ല ചേച്ചി. പക്ഷെ ആ കാഴ്ച കണ്ട എനിക്ക് വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ജയനും പ്രിയയും വീട്ടിലില്ലാത്ത സമയത്ത് ശ്രീഹരി അവിടെ വരില്ല. ഇനി അഥവാ വന്നാലും തുളസി അവനെ അകത്ത് പിടിച്ച് കേറ്റില്ല. തുളസിയെ ഞാൻ കുറ്റപ്പെടുത്താറൊക്കെ ഉണ്ട്. പക്ഷെ എനിക്കറിയാം അവൾ ആദ്യം എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന്. ദുർഗിച്ചി ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വാ. എന്റെ ദുർഗിച്ചി, അതൊക്കെ വെറും അഭിനയ അവളുടെ. തുളസിയുടെ സ്നേഹത്തെ അഭിനയാണെന്ന് പറയരുത്. അഭിനയല്ലെങ്കിൽ അവള് പിന്നെ എന്തിനാ ശ്രീഹരിയെ സ്നേഹിക്കുന്നത്? മിണ്ടി പോരുത്. തുളസി ആദ്യം മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ. എങ്കിൽ അവൾ ആരുടെയോ ഒരാളുടെ മുമ്പിൽ അഭിനയിക്കുന്നുണ്ട്. അത് ആദ്യമോന്റെ മുമ്പിലാണോ അത് ശ്രീഹരിയുടെ മുമ്പിലാണോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി. എന്തെങ്കിലും പകൽക്കിനാവ് കണ്ട് അതൊക്കെ യാഥാർത്ഥ്യമാണെന്ന് തെറ്റിദ്ധരിക്കരുത്. എന്റെ ദുർഗേച്ചി, ഞാൻ കണ്ടത് പകൽക്കിനാവല്ല, എന്റെ ഈ കണ്ണുകൊണ്ട് കണ്ട കാഴ്ചയാ. ആദ്യമോൻ തുളസിയുടെ ഈ ചതിയിൽ വീണു പോവരുതെന്ന് കരുതിയാ ഞാൻ രഹസ്യമായിട്ട് ഈ കാര്യം അവനോട് പറയാൻ വന്നത്. അതിന് പറയുന്ന പേരാ പരദൂഷണം. ഈ പരദൂഷണ ഫോട്ടോയിൽ പതിയോ? എന്താ? സുലു പറഞ്ഞത് പരദൂഷണം എന്നല്ലേ എല്ലാരും പറയുന്നത്? അതെ, ശുദ്ധ നുണ. അതല്ലാന്ന് തെളിയിക്കാൻ നിന്റെ കയ്യിൽ തെളിവ് വല്ലോണ്ടോ? ഇങ്ങനൊരു കാര്യം ഞാൻ ഇവിടെ വന്ന് പറഞ്ഞാൽ ആദിമോനെന്നല്ല, തുളസിയെ സ്നേഹിക്കുന്ന ആരും ഇത് വിശ്വസിക്കില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ അതിനുള്ള തെളിവ് സഹിതമായി ഈ സുലു വന്നിരിക്കുന്നത്. എന്ത് തെളിവാ നിന്റെ കയ്യിലുള്ളത്? തുളസിയോ ആ പയ്യനുമായിട്ട് നിൽക്കുന്നതോ സംസാരിക്കുന്നതോ ആയിട്ടുള്ള എന്തെങ്കിലും തെളിവ് നിന്റെ കയ്യിലുണ്ടോ? വെയിറ്റ് വെയിറ്റ് ആദിമോനെ. നോക്ക് ചേച്ചി,
കാണാതെ ആദ്യം തുളസിയെ അകറ്റാൻ വേണ്ടി കണ്ണി ചോര ഇല്ലാത്തവളല്ല ഈ സുലു. പ്രസവിച്ചിട്ടില്ലെങ്കിലും ദുർഗേച്ചിയുടെ മകൻ എന്റെ മകൻ തന്നെയാ. അവൻ വിശ്വസിക്കുന്ന പെണ്ണ് വഞ്ചിക്കാൻ നോക്കിയ അതിന് സമ്മതിക്കില്ല ഈ സുലു ആന്റി. അവൾക്ക് എങ്ങനെയാണ് നിന്നോട് ഇങ്ങനെ പെരുമാറാൻ പറ്റിയത്? ദുർഗേച്ചി ഏറ്റിട്ടുണ്ട്, ദുർഗേച്ചി ഏറ്റിട്ടുണ്ട്. പോട്ടെ, പോയി ചോദിച്ചിട്ട് വരട്ടെ. ഇത് തുളസിയുടെ ശവപ്പെട്ടിക്ക് മുകളിൽ നമ്മൾ അടിച്ചിറക്കുന്ന ആദ്യത്തെ ആണിയാ. എന്നോട് എന്തിനാ കള്ളം പറഞ്ഞു? വിഷാദകാമുകൻ രൗദ്രവേഷത്തിലാണല്ലോ. സത്യം പറ, ശ്രീഹരി എന്തിനാ ഇവിടെ വന്നത്? ആ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞതല്ലേ. എനിക്കറിയാം, എന്നെ ഉപേക്ഷിച്ചിട്ട് നിനക്ക് അവന്റെ കൂടെ പോണം. എത്ര പെട്ടെന്നാ നീ കാര്യങ്ങൾ മനസ്സിലാക്കി കളഞ്ഞത്. ഇപ്പഴാ നീ ഒരു ആൺകുട്ടിയായത്. പക്ഷേ എന്നെ ചതിച്ചോണ്ട് നീ അവന്റെ കൂടെ പോവില്ല. ചതിച്ചോണ്ടല്ലോ, പറഞ്ഞോണ്ടല്ലേ പോകുന്നേ. നിന്നോട് മാത്രല്ല, നാട്ടിലെ എല്ലാവരോടും പറയും. പിന്നെ നമ്മുടെ ബന്ധുക്കള്, നിന്റെയും എന്റെയും അച്ഛന്റെയും അമ്മയുടെയും ബന്ധുക്കളും സുഹൃത്തുക്കളും, അങ്ങനെ എല്ലാവരോടും പറഞ്ഞിട്ടേ തുളസിയുടെ വിവാഹം ഉണ്ടാവും. പിന്നെ മന്ത്രി, MP, MLA, അങ്ങനെ ഒരുപാട് പേര് പങ്കെടുക്കേണ്ട കാര്യമല്ലേ ആദി. ആ, ഒരു ഏട്ടന്റെ സ്ഥാനത്തുനിന്ന് നീ വേണം ഞങ്ങളുടെ വിവാഹം നടത്തിത്തരാൻ. എനിക്കറിയില്ല. നിനക്ക് എന്തറിയാം? നിനക്കൊരു കുന്തം അറിയില്ല. ശ്രീഹരി ഇവിടെ വന്നത് എന്തിനാണെന്നും ആര് പറഞ്ഞിട്ടാണെന്നും എനിക്കറിയില്ല. ആന്റി അങ്കിൾ ഇവിടെ ഇല്ലാത്ത സമയം നോക്കി നീ അവനെ വിളിച്ചു വരുത്തിയതല്ലേ? നീ പറഞ്ഞ വാക്കിനെ ഒരാട്ടാ ഞാൻ തരേണ്ടത്. പിന്നെ ആരോ പിരികേറ്റ് വിട്ടിട്ട് വന്നതായിട്ട് മാത്രം ഞാൻ ക്ഷമിക്കാം. ക്ഷമിക്കണ്ട. എന്റെ മുഖത്ത് തുപ്പിയതിന് ഫലവാ നീ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യവും. എടാ പൊട്ട, അവനോട് ഞാൻ ഒരു അക്ഷരം പോലും സംസാരിച്ചിട്ടില്ല. സംസാരിച്ചിട്ടില്ലേ? ഇല്ല. ഇപ്പൊ എനിക്ക് എല്ലാം ക്ലിയർ ആയി. എന്താ നിനക്ക് ക്ലിയർ ആയത്? നീ എന്നെ കുരങ്ങളിപ്പിക്കായിരുന്നു. മന്ത്രിയുടെ അന്യനെ കണ്ടപ്പോ നീ എന്റെ മുമ്പിൽ രാഷ്ട്രീയം കളിച്ചു. കെട്ടുന്നതിന് മുമ്പ് തന്നെ കാലുമാറാൻ പഠിച്ചല്ലോ. സമ്മതിച്ചു. നീ ഇതെന്തൊക്കെയാ പറയുന്നേ? നീയും അവനും തമ്മിൽ സംസാരിക്കുന്ന ഫോട്ടോ എന്റെ കയ്യിലുണ്ട്. നിന്റെ കയ്യിലോ? അതിനിടയ്ക്ക് നീ ഫോട്ടോ എടുപ്പ് നടത്തിയോ? ഞാനൊന്നും അല്ല ഫോട്ടോ എടുത്തത്. പിന്നെ അതൊക്കെ അറിഞ്ഞിട്ട് എന്തിനാ? ഇത്ര പെട്ടെന്ന് നീ എന്നെ ചതിക്കുന്നു ഞാൻ വിചാരിച്ചില്ല. ആദി, ആദി നിക്ക്, ഞാനൊന്ന് പറയട്ടെ. എനിക്കൊന്നും കേൾക്കണ്ട. നീ എന്താടാ ഇങ്ങനെ? ആ, ഞാനിങ്ങനെയാ. എനിക്ക് നിന്റെ സംസാരം ഒന്നും കേൾക്കേണ്ട ആവശ്യമില്ല. ഓ, അപ്പൊ സുലു ഇവിടെ ഒളിച്ചു വന്നതിന്റെ കാര്യം അതാണ്. ഫോട്ടോ എടുക്കുക. ആ രഹസ്യ ഫോട്ടോഗ്രാഫർക്ക് ഒരു പണി കൊടുത്തിട്ട് എന്ന കാര്യം.
ആദിയുടെ മനസ്സിപ്പോ നീറുകയായിരിക്കും. നീറട്ടെ ചേച്ചി, നീറി നീറി പുകഞ്ഞ് കത്തട്ടെ. ആദ്യേട്ടനോട് തുളസിക്ക് നല്ലൊരു അടി വെച്ചു കൊടുക്കാൻ പറയണായിരുന്നു. എന്തായാലും ഇന്നത്തെ പെർഫോമൻസോടുകൂടി ആദ്യ തുളസിയെ ഒഴിവാക്കും. ഇനി അഥവാ അവൻ ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ ദുർഗേച്ചിക്ക് ജനിച്ചത് ആൺകുഞ്ഞല്ലായിരുന്നു എന്ന് കരുതിയാൽ മതി. അവനാണ് തന്നെയാ. നോക്കിക്കോ, ഇന്നു മുതൽ ആദ്യ തുളസിയെ സംശയിച്ചു തുടങ്ങും. ഈ സംശയത്തേക്കാൾ വലിയൊരു രോഗം ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ലാത്ത സ്ഥിതിക്ക് അവന് തുളസി എന്ന മാരക രോഗത്തെ മുറിച്ചു മാറ്റേണ്ടതായിട്ട് വരും. ആദ്യേട്ടനെ എന്നെ കാണുന്നില്ലല്ലോ. അവൻ വരും. അപ്പോഴേക്ക് നീ ഒരുങ്ങി നിന്നോ. തുളസിയോടുള്ള വാശി തീർക്കാൻ ഇനി അവൻ ആതിരയെ ഉപയോഗിക്കും. അതെ, തുളസിയും ശ്രീഹരിയുമായിട്ടുള്ള ബന്ധം ശക്തമാണെന്നറിഞ്ഞ അവളോടുള്ള പകരം വീട്ടിലായിട്ട് ആതിരയെ കൊണ്ടു നടക്കും. എന്നെ ആദ്യമായിട്ട് ലവ് ചെയ്യുന്നാണ് പറഞ്ഞു വരുന്നേ. അതെ, വാശി കയറിയ ആണുങ്ങൾ എന്തും ചെയ്യും. ആ വാശി നീ ശരിക്കും ഉപയോഗപ്പെടുത്തണം. എങ്കിലേ നമ്മൾ ഇത്രയും കളിച്ചതിന് കാര്യം ഉണ്ടാവുള്ളൂ. ഞാൻ ഉപയോഗപ്പെടുത്തും. എല്ലാം നിനക്ക് വേണ്ടിയാണ്. അറിഞ്ഞു പെരുമാറിയ നാളെ ഈ വീട്ടിലെ മണവാട്ടിയായിട്ട് നിനക്ക് കയറി വരാം. എന്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ സുലോണ്ടി? ഇതുവരെ പ്രശ്നങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. ഇനിയെങ്കിലും അതില്ലാതെ നോക്കിയാൽ നിനക്ക് കൊള്ളാം. ആദിയുടെ ബൈക്ക് കാണുന്നില്ലല്ലോ. അവൻ ഇവിടേക്ക് വന്നിട്ടില്ലേ? അവന് തുളസിയോടുള്ള പിണക്കം മാറാത്തോണ്ടാവും. ശരിയല്ലേ? ശരി സർ. എന്നാലും വരാതിരിക്കില്ലല്ലോ ജയേട്ടാ. എത്ര പിണക്കമാണെങ്കിലും അവൾ ഒറ്റയ്ക്കാണെന്ന് കേട്ടാൽ അവൻ വരില്ലേ? ആ, തുളസിയുടെ കാര്യത്തിൽ അത്ര കരുതല അവന്. ചിലപ്പോ വണ്ടി വീട്ടിൽ വെച്ചിട്ട് വന്നതാവും. ആദി, ഇത് എവിടെ പോയി? തുളസി, എവിടെ പോയി രണ്ടുപേരും? എന്തിനവള് കരയുന്നേ ചേട്ടാ? ഇതെന്താ ഒറ്റയ്ക്ക്? ആദ്യം മോൻ എവിടെ? മോൾ എന്തിനാ കരയുന്നത്? അവൻ എന്തെങ്കിലും പറഞ്ഞോ നിന്നോട്? എന്താ മോളെ, ആദ്യം ഇങ്ങോട്ടേക്ക് വന്നില്ലേ? വന്നു, പോവുകയും ചെയ്തു. അവന് എന്തെങ്കിലും തിരക്കുണ്ടാവും. തിരക്കായിരുന്നു, എന്നെ കുറ്റപ്പെടുത്താനുള്ള തിരക്ക്. അതിന് തക്ക അവസരം ആരും ഒരുക്കി കൊടുത്തിരുന്നു. അവന്റെ മനസ്സിൽ നമ്മൾ അവനെ വഞ്ചിക്കുകയാണെന്നുള്ള സംശയമുണ്ട്. അതൊക്കെ നമുക്ക് പറഞ്ഞ് ക്ലിയർ ചെയ്യാം. നീ കരയാതിരിക്കേ. ഇതങ്ങനെയല്ല അച്ഛാ. എന്താ ഉണ്ടായത്? ആരൊക്കെയോ കരുതി കൂട്ടി ഒരു കെണി എനിക്ക് മുമ്പിൽ ഒരുക്കി വെച്ചു. അതിൽ ചെന്ന് വീണത് ആദ്യാണെന്ന് മാത്രം. നീ എന്താ ഉണ്ടായതെന്ന് പറ. അയാൾ ഇവിടെ വന്നിരുന്നു. ആര്? മന്ത്രിയുടെ അനിയൻ ശ്രീഹരി. അല്ല, അവനെന്തിനാ ഇവിടെ വന്നത്? അതൊന്നും എനിക്കറിയില്ല. എന്തായാലും ഞാനിവിടെ തനിച്ചാണെന്ന് അറിഞ്ഞിട്ടുള്ള വരവായിരുന്നു അത്. നീ ഇവിടെ തനിച്ചാണെന്ന് അവൻ എങ്ങനെ അറിഞ്ഞു? ഞാനിവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ എന്ന് നിങ്ങൾ വേറെ ആരോടെങ്കിലും പറഞ്ഞിരുന്നോ? ആദ്യമോനോടല്ലാതെ വേറെ ആരോടും പറഞ്ഞിട്ടില്ല. സുലുവിന് അറിയാമായിരിക്കും. ഞങ്ങൾ ഇവിടുന്ന് പോകുന്നത് സുലു കണ്ടിരുന്നു. ഓ, അപ്പൊ അത് തന്നെ കാര്യം. അവരവരുടെ ദുർഗേച്ചുമായിരിക്കും ശ്രീഹരി അങ്ങോട്ട് പറഞ്ഞു വിട്ടത്. അവന്റെ പെരുമാറ്റം കണ്ടപ്പോഴേ എനിക്ക് തോന്നി ഒരുമാതിരി പന്തം കണ്ട പെരിച്ചഴിയെ പോലെ. അവൻ എന്തിനാ കുറ്റപ്പെടുത്തുന്നത്? അത് അവനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. പക്ഷെ ആദിയുടെ കുറ്റപ്പെടുത്തൽ മുഴുവൻ എന്നെയായിരുന്നു.
പോയത്? പോയിട്ട് പിന്നെയും തിരിച്ചു വന്നു. ഞാൻ ചതിച്ചു എന്നും പറഞ്ഞിട്ട് ഒരു ഫോട്ടോയും കണ്ടിട്ടുള്ള വരവായിരുന്നു. ആദിമോൻ ഇതെന്താ പറ്റിയത്? ഇനി എന്തു പറഞ്ഞ് അവനൊന്ന് സമാധാനിപ്പിക്കുന്നത്? തുളസിമോള് പറയുന്ന പോലെ ഇതാരോ കരുതിക്കുട്ടി ചെയ്ത പോലെയാണ്. മനഃപൂർവ്വം തുളസിയെ കരുതിച്ച് കാണിക്കുകയാണ് അവരുടെ ലക്ഷ്യം. എന്നിട്ട് ആദ്യം തുളസിയിൽ നിന്ന് അകറ്റുക. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും ചേട്ടാ? ഞാൻ ആദ്യം നേരിട്ട് കണ്ടൊന്ന് സംസാരിക്കട്ടെ. എന്താണ് അവന്റെ മനസ്സിലെന്ന് അറിയണമല്ലോ. ചെല്ല്. എന്ത് കള്ളത്തരം? ഒരു കള്ളത്തരമില്ല. അഥവാ കള്ളത്തരം കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് സുലു ആന്റി അമ്മയൊന്നും അല്ല, അത് അവള് തന്നെയാ, തുളസി. എന്താണ് നിനക്ക് പറ്റിയത്? അവളും ശ്രീഹരിയും തമ്മിലുള്ള ഒരു ഫോട്ടോ കണ്ടപ്പോഴേക്കും നീ തെറ്റിദ്ധാരണയുടെ ഹോൾസെയിൽ ഡീലറായ? ഇത് തെറ്റിദ്ധാരണയൊന്നും അല്ല, ശരിയായ ധാരണ തന്നെയാ. ഞാൻ കണ്ടത് അവൻ അവിടെ ഇറങ്ങി പോകുന്നത്. എടാ, അവൻ അവിടെ വന്നിട്ടില്ലെന്നല്ല ഞാൻ പറയുന്നത്. അത് ചിലപ്പോ അവൾ വിളിച്ചിട്ട് തന്നെ വന്നതാവാം. അവൾ എന്തിനാ അവനെ വിളിച്ചു വരുത്തി? അതാ എന്റെ ചോദ്യം. ഡാ, അവൻ അവളെ പെണ്ണ് കാണാൻ വന്നതല്ലേ? തുളസി മറുപടി ഒന്നും പറയാത്തോണ്ട് അന്വേഷിച്ചു വന്നതാവും. അവളെ അങ്ങനെ ആരെയും വിളിച്ചു വെച്ച് സംസാരിക്കണ്ട, അതെനിക്ക് ഇഷ്ടമല്ല. എടാ, നിന്റെ ഈ സ്നേഹം ഉണ്ടല്ലോ ഒരുതരം വയലൻസ് മൂഡിലോട്ട് മാറിയിട്ടുണ്ട്. ഇങ്ങനെ പോയാ താമസിക്കാൻ നീ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണേണ്ടി വരും. ഇനി അതും കൂടി പറഞ്ഞങ്ങ് ഉണ്ടാക്കും. അധികം ഭ്രാന്താണെന്ന്. അല്ലെങ്കിൽ തന്നെ എന്നെ ഉപേക്ഷിക്കാൻ ഓരോരോ കാരണങ്ങൾ ഉണ്ടാക്കാം ഓരോരുത്തരും. ഡാ ആദി, ആര് നിന്നെ ഉപേക്ഷിച്ചാലും ഞങ്ങൾ ഫ്രണ്ട്സ് നിന്നെ ഉപേക്ഷിക്കില്ലടാ. അത് നിനക്കറിയാലോ. നീ ഒരു ദിവസം പറഞ്ഞില്ലേ തുളസിയും ശ്രീഹരിയും തമ്മിൽ വഴിയിൽ സംസാരിക്കുന്ന കണ്ടെന്ന്? അവരുടെ സംസാരം കണ്ടപ്പോ അവർക്ക് ഒരുപാട് വർഷത്തെ പരിചയമുള്ളതായി തോന്നിയില്ലേ? തോന്നി. എടാ, അതൊരു പക്ഷേ തുളസി എല്ലാവരോടും അങ്ങനെ തന്നെയല്ലേ സംസാരിക്കുന്നത്. അതിന് നീ തെറ്റിദ്ധരിക്കാൻ പാടില്ല. അവർക്ക് ഒരുപാട് കാലത്തെ പരിചയമുണ്ട്. അന്ന് അവര് സംസാരിക്കുന്ന കണ്ടപ്പോ നിനക്കങ്ങനെ തോന്നിയില്ലേ? അവളും അവനും തമ്മിൽ സംസാരിക്കുന്ന ഫോട്ടോ കണ്ടപ്പോ ആ സംശയം എനിക്കും തോന്നി. എടാ, തുളസി എന്റെ അടുത്ത് നിന്ന് എന്തൊക്കെയോ ഒളിക്കുന്നുണ്ട്. അവള് നിന്നോടൊന്നും ഒളിക്കുന്നില്ല. എടാ, ഉണ്ട്. ആ കാര്യത്തിൽ എനിക്ക് സംശയമില്ല. എനിക്ക് സംശയമുണ്ട്. നീ ആദ്യം തുളസിക്ക് ശ്രീഹരിയോട് ശരിക്കും ഇഷ്ടമുണ്ടോന്ന് എങ്ങനെയെങ്കിലും അന്വേഷിക്കുക. തുളസിയോട് ചോദിച്ചാലേ അവളിന്ന് കൃത്യമായ മറുപടി എനിക്ക് കിട്ടില്ല. അവളും ഗായത്രി ടീച്ചറും തമ്മിലുള്ള ബന്ധം എവിടെ നിന്ന് എങ്ങനെ തുടങ്ങിയെന്നുള്ള ചോദ്യത്തിന് പോലും ഇതുവരെ കൃത്യമായ ഉത്തരം കിട്ടിയിട്ടില്ല. ആ സ്ഥിതിക്ക് ശ്രീഹരിയായിട്ടുള്ള അടുപ്പത്തെക്കുറിച്ചും അവൾ ഒന്നും പറയാൻ പോകുന്നില്ല. എന്തായാലും നീ എടുത്തു ചാടി ഒന്നിനും പോരുത്. നിന്റെ സുലു ആന്റി നിന്നെ കാണിച്ചു എന്ന് പറയുന്ന ഫോട്ടോ അത് അവര് യാദൃശ്ചികമായിട്ട് എടുത്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കരുതിക്കൂട്ടി പ്ലാൻ ചെയ്തെടുത്ത പോലെയാ എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഒരു പ്ലാനിങ്ങോട് കൂടി എടുത്ത ഫോട്ടോ ആയിരുന്നെങ്കിൽ അതിന് പിന്നിൽ അമ്മ ഉണ്ടാവുമായിരുന്നു. അമ്മയോട് പോലും പറയാതെയായിരുന്നു ആന്റി ആ കാര്യം എന്നോട് പറഞ്ഞത്. അത്ര രഹസ്യമായിട്ട് സുലു ആന്റി പറയണമെങ്കിൽ അതൊരു നല്ല ഉദ്ദേശം വെച്ചുകൊണ്ട് തന്നെയാ. എനിക്കിപ്പോഴും ആ ഉദ്ദേശത്തെ സംശയമുണ്ട്. എനിക്കറിയാം എന്നെ ആരാണ് വഞ്ചിക്കുന്നതെന്ന്.